നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ഓർത്ത് വേദനിക്കുന്നവരാ അവര്. അപ്പോ എനിക്ക് എങ്ങനെ നിനക്ക് വേണ്ടി അവരെ ഉപദ്രവിക്കാനാവൂ? അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് വേണ്ടി ചേച്ചി ഒരിക്കലും അവരെ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. നിന്നെ എനിക്കറിയാം ഗംഗെ. ശത്രുക്കൾക്ക് പോലും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സാ നിന്റേത്. അതാ എന്റെ പേടി. ഗോകുലേട്ടൻ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. ആ സ്ഥിതിക്ക് നീ ഇങ്ങനൊരു സാഹസത്തിന് മുതിരണോ? വേണം. ഇവളെന്താ തനിയെ നിന്ന് സംസാരിക്കുന്നത്? വട്ടായോ? വേണം. ഇന്ന് രാത്രി തന്നെ ഗോകുലേട്ടന്റെ വീട്ടിൽ പോണം. നമ്മളെ വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി എടുക്കും വേണം. മഹേട്ടൻ ഇതിന്റെ പേരില് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ഞാൻ നേരിട്ട് അറിഞ്ഞതാ. മാളുവിന്റെ മുന്നിൽ പോലും മഹേട്ടന് തല കുനിക്കേണ്ടി വന്നത് ഈ ഒരു കാര്യം കൊണ്ടാ. ഇപ്പൊ അവര് തമ്മിൽ അടുത്തെങ്കിലും നാളെ ഒരിക്കൽ കൂടി ഈ കാര്യത്തിന്റെ പേരില് മഹേട്ടൻ ആരുടെ മുന്നിലും താഴാനിടവരുത്. ആ ഒരു ആഗ്രഹം എനിക്കുള്ളൂ. എന്തൊക്കെയോ തീരുമാനങ്ങൾ അവള് സ്വയം പറയുവോ? എനിക്ക് തോന്നുന്നത് ഗൗരിയുടെ വീട്ടിൽ പോണോന്ന് അവള് പറയുവോന്ന. അതെങ്ങനെ അവരെ അറിയിക്കണം? മഹേട്ടന്റെ മുന്നിൽ ആളാവാൻ ഇനിയൊരു അവസരം ഇവൾക്കുണ്ടാവാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നീ ചെല്ലടി, നിനക്കുള്ള പണി ഞാൻ തരാം. ഹലോ. ഹലോ, ഞാൻ ശ്രേയ, കൈലാസം വീട്ടിലെ മഹേട്ടന്റെ കസിൻ. മനസ്സിലായി. നീ എന്തിനാ എന്നെ വിളിച്ചേ? നിങ്ങൾക്ക് പ്രയോജനമുള്ളതും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാനിപ്പോ വിളിച്ച. എന്ത് കാര്യം? ഇന്ന് രാത്രി ഗംഗ നിങ്ങളുടെ വീട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അവളെന്തിനാ ഇവിടെ വരുന്നേ? ഈ വീട്ടിനകത്ത് കാലെടുത്ത് വെക്കാൻ ഞങ്ങൾ അവളെ സമ്മതിക്കുമെന്ന് ശ്രേയക്ക് തോന്നുന്നുണ്ടോ? ചൂലെടുത്ത് അടിക്കും ഞാൻ. അതിന് നിങ്ങളുടെ അനുവാദം വാങ്ങിയിട്ടൊന്നും അല്ല അവള് വരുന്നതും അകത്ത് കയറുന്നതും. സത്യം പറയാലോ ഗംഗെ, മഹിയേട്ടന്റെ ഭാഗ്യമാണ് നീ. ഞാൻ കരുതിയിരുന്നത് എന്നോളം മഹിയേട്ടനെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ലെന്നായിരുന്നു. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു. എന്റെ കുഞ്ഞിനും മഹിയേട്ടനും വേണ്ടി നീ നിന്റെ ജീവൻ പോലും ഹോമിക്കാൻ തയ്യാറായി നിൽക്കുകയല്ലേ? എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഇവർക്കല്ലേ ഉള്ളൂ ചേച്ചി. അവരുടെ വിഷമങ്ങള് ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. എനിക്ക് മനസ്സിലായി. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോ. നിനക്കൊപ്പം ഞാനുണ്ടാവും. ആ വീട്ടിൽ നിന്ന് എന്തോ എടുക്കാൻ വേണ്ടിട്ടാ ഗംഗ വരുന്നേ. അതെന്താണെന്ന് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ വരുന്നുള്ള കാര്യം കൺഫേമാ. അവളിങ്ങ് വരട്ടെ, എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്ന്. ധൃതി കാണിച്ച് കിട്ടുന്ന അവസരം കളയില്ലേ ആന്റി. അവള് വന്ന് എന്താ അവിടെ നിന്ന് എടുക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? ആ, അത് വേണം. ഗംഗ അവിടെ കയറി അവൾക്ക് വേണ്ടത് എടുക്കുന്നത് വരെ ക്ഷമിക്കുക. അതിനുശേഷം അവള് തിരിച്ചിറങ്ങുമ്പോ കൈയോടെ പിടിക്കണം. തൊണ്ടിയോടെ പിടിച്ച അവൾക്ക് പിന്നെ പറഞ്ഞു നിൽക്കാൻ പോലും പറ്റില്ല. പോലീസ് അവളെ കൊണ്ടുപോക്കോളൂ. ശരി, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഒരു കാരണവശാലും ഗംഗ രക്ഷപ്പെടരുത്. അവള് ശിക്ഷിക്കപ്പെടേണ്ടത് എന്റെ കൂടെ ആവശ്യമാ. അതാ ഞാനിത് ആന്റി വിളിച്ച് പറഞ്ഞത്. ശരി, അവള് വരട്ടെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഓക്കെ ആന്റി, ബൈ.
എന്താടോ സിനിമയിൽ കാണുന്ന പോലെ ഉണ്ടല്ലോ? ഏതെങ്കിലും അമാനുഷിക ശക്തിയുടെ പരിപാടിയാണോ? അതെ സാർ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അല്ലെങ്കിൽ ആ പെണ്ണെങ്ങനെ മാഞ്ഞു പോയി? അല്ല സർ, ഇതാ മഹിയുടെ ഭാര്യ ഗംഗ തന്നെയാ. ഞാനവരെ വ്യക്തമായി കണ്ടതാ. ഇപ്പൊ കൈലാസത്തിൽ ചെന്ന അവരുടെ കള്ളത്തനം കൈയോടെ പൊക്കാം. അവളെ താൻ വ്യക്തമായി കണ്ടതാണല്ലോ അല്ലേ? അതെ സർ, കൈലാസത്തിലേക്ക് വന്ന നേരിട്ട് ബോധ്യപ്പെടാലോ. ശരി, പോയി നോക്കാം. താൻ പുറകെ വാ. ആ, അതായത് വണ്ടി വെച്ച്. ഓക്കെ സാർ. വാടോ. എന്താ സർ? നിങ്ങളുടെ വൈഫ് എവിടെ? ഇവിടെ റൂമിലുണ്ട് സർ. വെറുതെ പറയുന്നത് സാർ, ഗംഗ ഇവിടെ ഇല്ല. അത് നകുലാണോ തീരുമാനിക്കുന്നത്? എന്റെ ഭാര്യ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. എങ്കിന്ന് വിളിച്ചേ, ഞങ്ങളൊന്ന് കാണട്ടെ. എന്താ മഹേട്ട, എന്താ പ്രശ്നം? എനിക്കറിയില്ല. ഗംഗ എവിടെ ഉണ്ടോന്ന് അറിയാൻ വന്നതാണെന്ന്. മിസ്റ്റർ മഹി, ഞങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കണ്ട് സുഖവിവരം അന്വേഷിക്കാൻ വന്നതല്ല. സാർ, എന്താണ് കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഭാര്യ ദേ ഈ ഗോകുലിന്റെ വീട്ടിൽ രാത്രി രഹസ്യമായി കയറി പ്രശ്നമുണ്ടാക്കി. സാർ എന്തൊക്കെയാ പറയുന്നത്? എന്റെ വൈഫ് ഇയാളുടെ വീട്ടിൽ രാത്രി കയറിയെന്നോ? അതെ, നീ നാടകം കളിക്കുക, നിന്റെ ഭാര്യ വിളിക്കടാ. അതെ മഹി, ഗോകുലിന്റെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ മോഷണം നടത്തിയതിന് തെളിവുകളുണ്ട്. എന്ത് തെളിവ്? ഈ വീട്ടിനുള്ളിലുള്ള എന്റെ ഭാര്യ മോഷണം നടത്തി പോലും. അല്ല മഹേട്ട, ഗംഗ ഇടയ്ക്ക് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്നത് ഞാൻ കണ്ടില്ല. നിനക്ക് എന്താ ശ്രേയ? ഗംഗ പകല് പുറത്തു പോയിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പൊ അവള് മാളുവിനൊപ്പം ഉണ്ട്. മഹി, ഗംഗ അകത്തുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാണണം. മഹി ഞങ്ങളോടൊപ്പം സഹകരിക്കണം. ഞങ്ങൾക്ക് അകത്തേറി നോക്കിയേ പറ്റൂ. എന്റെ ഭഗവാനെ, ഇത്തവണയെങ്കിലും അവള് കുടുങ്ങിയല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.